കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ടെൻഷൻ ആവാതാച്ച. അവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോ അമ്മയ്ക്ക് ചിലപ്പോ BP കയറിയതായിരിക്കും അച്ഛ. അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അച്ഛൻ സമാധാനായിരിക്കെ. എല്ലാവരും നന്നായിരിക്കാൻ വേണ്ടിയും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയും നിത്യവും പൂജ ചെയ്യുന്ന ആളാടാ അവള്. അത്രയും നല്ല മനസ്സുള്ള അവൾക്ക് ഈ ഒരു ദുർഗതി വന്നല്ലോടാ. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല അച്ഛ. അച്ഛൻ ധൈര്യം ഇരിക്കെ. എന്റെ ധൈര്യമേ നിന്റെ അമ്മയാടാ മോനെ. ആ അവള് തന്നെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ഞാൻ എങ്ങനെയാടാ ധൈര്യത്തോടെ ഇരിക്കുന്നത്? നീ എന്തിനാടി ഇങ്ങനെ ചെയ്തത്? നിനക്കെന്താ നിന്റെ സ്വബോധം നഷ്ടപ്പെട്ടോ അതോ വിവരമില്ലേ? അർജുനെ കല്യാണം കഴിച്ച് ജീവിതം സന്തോഷകരമാക്കാനുള്ളതിന് ആ ദരിദ്രവാസി കല്യാണം കഴിച്ച് നീ ജീവിതം മുഴുവൻ നരകിക്കാനാണോ നിന്റെ ഭാവം? ആളുകളെ തിരിച്ചറിയാനുള്ള അവസരം കിട്ടിയിട്ടും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്താ? നിന്റെ ബുദ്ധി കെട്ടുപോയ കുട്ടി. ഭവാനി, നീ വിദ്യാഭ്യാസമുള്ളൊരു കുട്ടിയല്ലേ? ഞങ്ങൾ എല്ലാരെക്കാളും വിവരമുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് നീയല്ലേ? എന്നിട്ടാ നീ തന്നെ എന്തിനാ മോൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? അർജുന്റെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങളൊക്കെ നന്നായിട്ട് നിനക്കറിയാലോ. അങ്ങനെ ഒരാളെ വേണ്ടെന്ന് വെച്ചിട്ട് രുദ്രനെ പോലെ ഒരുത്തനെ നീ എങ്ങനെ കല്യാണം കഴിക്കും? ഇത് നീ അറിയാതെ എടുത്ത തീരുമാനമാണോ നിന്റെ വിവരക്കേടാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ എല്ലാരും നിന്റെ ഭാവി ജീവിതം നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിച്ചത്. പക്ഷെ നീ എന്താ മോളെ, നിന്റെ ജീവിതം നീയായിട്ട് എന്നെ തുലയ്ക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞതുപോലെ നീ അനുസരിച്ച നിന്റെ ചേട്ടൻ സുരക്ഷിതനായിരിക്കും. അതെല്ലാം മറിച്ചാണെങ്കിൽ ആദ്യം കാല്, പിന്നെ കയ്യ്, അതിനുശേഷം കണ്ണ് ഓരോന്നായി വെട്ടി പാഴ്സലാക്കി ഞാൻ നിന്റെ വീട്ടിലോട്ട് അയച്ചു തരും. ഞാനിപ്പോ ആലോചിക്കുന്നത് എന്റെ ജീവിതത്തെ കുറിച്ചല്ല ഏട്ടത്തി. ഏട്ടത്തി എന്നും സുമംഗലിയായിട്ടിരിക്കണം. അതിനും വേണ്ടിയ ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത്. എന്താ ഭവനെ നീ മിണ്ടാ നിൽക്കുന്നേ? പറ. ഞാൻ എന്താ ഏട്ടത്തി പറയേണ്ടത്? ഏട്ടൻ ജീവനോടെ ഉണ്ട്. ഏട്ടത്തി വിധവയല്ലെന്ന് ഞാൻ എങ്ങനെയാ ഇപ്പൊ പറയുക? എനിക്ക് എന്റെ ജീവിതത്തെക്കാളും ഏട്ടനും ഏട്ടത്തി സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ട് ഞാൻ അർജുനെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞത്. ഇതെങ്ങനെയാ ഞാനിപ്പോ പറഞ്ഞു മനസ്സിലാക്കുന്നത്? എന്താടി ഞാൻ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാൻ നിൽക്കുന്നത്? പറയൂ. അർജുനില്ലാത്ത എന്ത് ഗുണമാടി ആ ഒരു ഉദ്ധരണമുള്ളതെന്ന് നീ തന്നെ പറയൂ. അർജുനേക്കാളും ഏത് കാര്യത്തിൽ ആ രുദ്രൻ വലിയവനെന്ന് പറ. എന്തിനാടി അങ്ങനെ ഒരുത്തനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ലോകത്ത് എന്തൊക്കെ തെറ്റ് ചെയ്തവരായാലും ശരി, മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോണോന്ന് ആഗ്രഹിക്കാറ്. എന്നിട്ടും ഇങ്ങനൊരു കൊടുംപാപിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നീ ആഗ്രഹിക്കുവാണല്ലേ? എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തേ? അർജുന് നിനക്ക് എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുപോലെ അർജുന് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അർജുൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേ?
ഇതൊക്കെ മറന്നിട്ടാണോ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മോളെ? പറയടി, പറ. എന്റെ മോനെ കല്യാണം കഴിക്കാന്ന് അവള് പറഞ്ഞില്ലേ അമ്മായി? പിന്നെന്തിനാ അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അറിയാതെ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ കൊച്ചുമോൾ അത്ര കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. എല്ലാ കാര്യങ്ങളും നല്ലപോലെ മനസ്സിലാക്കിയിട്ട് തന്നെയാ എന്റെ അളിയന്റെ മോള് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്, അല്ലേ മോളെ? അതല്ല, എന്റെ മോനെ കല്യാണം കഴിച്ചോളാം നീ കൊച്ചു പറഞ്ഞതിന് ശേഷവും നിങ്ങള് ഭവാനിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണോ അമ്മായി? അവളെ പേടിപ്പിക്കുകയാണോ അതോ വിരട്ടുകയാണോ നിങ്ങള്? എടാ വീരഭദ്ര, എന്റെ കൊച്ചുമോള് വിവരമില്ലാതെ ഒരു തീരുമാനം എടുത്ത്. എന്തായാലും അത് അവളായിട്ട് എടുത്ത തീരുമാനമല്ല. നീ എന്താടാ ചെയ്തത്? എന്ത് പറഞ്ഞിട്ടാടാ നീ അവളുടെ മനസ്സിനെ മാറ്റിയത്? അയ്യോ അമ്മായി, എനിക്ക് ഡ്രസ്സ് മാറ്റാൻ അറിയാമെന്നല്ലാതെ മനുഷ്യരെ മാറ്റാനും അവരുടെ മനസ്സ് മാറ്റാനൊന്നും എനിക്കറിയില്ല അമ്മായി. അല്ലേടി? അമ്മായിയാണ് സത്യം. ഞാൻ സത്യം ചെയ്തെന്നേ ഉള്ളൂ. ഏയ് ഡാ, നീ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. നീ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ജീവൻ വെച്ചാ നീ കളിക്കാൻ പോകുന്നത്. എന്തായാലും ദൈവം ഉണ്ടടാ, നീ അനുഭവിക്കും, നീ അനുഭവിക്കും. എന്താണ് ഇതിനെ പ്രതിമ പോലെ നിൽക്കുന്നേ? ഈ പ്രായത്തിൽ ഇങ്ങനെ എടുത്ത് ഒച്ച വെച്ചാ BP കയറിയിട്ട് തലയിലെ ഞരമ്പെല്ലാം പൊട്ടിത്തെറിച്ച് ആശുപത്രിയിലാ ഓടി. അമ്മയോടത് പറഞ്ഞ് മനസ്സിലാക്കടി. എന്തിനാമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അമ്മയുടെ പേരക്കുട്ടി എന്റെ മരുമകളായിട്ട് വരുമ്പോ എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ? ഈ പ്രായത്തില് വല്ല രാമനാമം ചൊല്ലി ഒരു മൂലക്കിരിക്കാതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കയറി ഇടപെടുന്നത് എന്തിനാ? എടി, നീയും നിന്റെ ഭർത്താവും കൂടെ ചേർന്ന് ദ്രോഹിച്ചുകൊണ്ടിരുന്ന ഞാനത് നോക്കിയിരിക്കുന്നു നീ വിചാരിച്ചോ? നിങ്ങൾ വെറുതെ ഇരിക്കില്ലെന്ന് അറിയാം. അതുകൊണ്ടാ ഒരു തവണ മുറിയിലിട്ട് പൂട്ടിയത് ഞാൻ. വീണ്ടും അതുപോലെ തന്നെ പ്രവർത്തിച്ച ഒരിക്കൽ കൂടി ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല. എന്റെ മകൻ എന്ത് കുറവുണ്ടായിട്ടാ അവനെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നേ? എന്റെ മകൻ ഈ വീട്ടിൽ തന്നെ ജനിച്ച് അമ്മയുടെ കൺമുമ്പിലല്ലേ വളർന്നത്? അമ്മയുടെ സ്വന്തം കൊച്ചുമകൻ ഈ വീട്ടിലും മരുമകനായിട്ട് വരാൻ പോകുമ്പോ അതിൽ സന്തോഷിക്കാതെ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? ഇറങ്ങി പോടി എന്റെ മുന്നീന്ന്. മതി, നിർത്ത. ഒരു കാര്യം പറയാം, ഇനി നിങ്ങൾ ഈ വീട്ടിൽ ഒരു അക്ഷരം മിണ്ടിയ പിന്നെ ഞാൻ എന്താണ് ചെയ്യാൻ പോണെന്ന് എനിക്ക് തന്നെ അറിയില്ല. മനസ്സിലായോ? അമ്മേ, അമ്മേ, അച്ഛൻ പറഞ്ഞില്ലേ അമ്മേ? വാ വാ, നമുക്ക് പോ. വാ വാ. ഡോക്ടർ, ഇപ്പോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഞാൻ എൻ്റെ ഇതുവരെയുള്ള സർവീസിൽ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. പലതരം ട്രീറ്റ്മെന്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാ നിന്റെ അമ്മയെ പോലെ ഒരു പേഷ്യന്റിനെ ഞാൻ ആദ്യമായിട്ട് കാണുക.
ഇറ്റ്സ് വെരി സർപ്രൈസിംഗ് ടു മീ. വാട്ട് ഹാപ്പൻ ഡോക്ടർ? ഇത് വെറും ഒരു ക്രിട്ടിക്കൽ കേസ് മാത്രമല്ല, വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കേസ് കൂടിയാണ്. ഡോക്ടർ ഒന്ന് മനസ്സിലാവുന്ന രീതി പറയാവോ? എല്ലാ ടെസ്റ്റും നടത്തി കഴിഞ്ഞു. ഒരു ടെസ്റ്റിലും എന്തെങ്കിലും ഇഷ്യൂവോ എന്തെങ്കിലും ഡിസീസ് ഇൻഡിക്കേഷനോ ഇല്ല. സ്കാനിംഗ് റിപ്പോർട്ടിൽ പോലും ഒരു ഹെൽത്ത് പ്രോബ്ലവും കാണിക്കുന്നില്ല അവർക്ക്. പക്ഷേ ഈ കണ്ടീഷന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരം കണ്ടെത്തും? ഒരു ഡോക്ടറായി എനിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് മാത്രമേ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. സോറി ടു സേ ദിസ്. പക്ഷെ ഗ്രഹദോഷ പരിഹാരമോ എന്ന് വെച്ചാ? നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല, നിന്റെ വീടിനും കുടുംബത്തിനും നാഗദോഷമുണ്ട്. ആ നാഗദോഷം നിലനിൽക്കുന്നത് കൊണ്ടാണ് നിന്റെ അമ്മ ഇപ്പോൾ
ആശുപത്രി കിടക്കയിൽ കിടക്കേണ്ടി വരുന്നത്. ഈ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി എന്തെങ്കിലും പൂജകൾ ഉണ്ടാവില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ സ്വാമി, ഞാൻ ചെയ്തോളാം. നാഗദോഷമെന്നാൽ മുനീശ്വരൻ നൽകിയ ശാപം പോലെയാണ്. പൂജ ചെയ്ത് നന്നാക്കാൻ വേണ്ടി മാത്രം ചെറിയ കാര്യമല്ലത്. നിങ്ങളുടെ അമ്മ പൂർവസ്ഥിതിയിലാകണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വൈദ്യരെ കൊണ്ടോ അവർ പഠിച്ച വൈദ്യത്തെ കൊണ്ടോ നടക്കുന്ന കാര്യമല്ലത്. അപ്പോ ഞാൻ എൻ്റെ അമ്മയെ എങ്ങനെ രക്ഷിക്കുമെന്ന് പറഞ്ഞൂടെ സ്വാമി? നിങ്ങളെപ്പോലുള്ള മഹാസിദ്ധന്മാർ ദൈവത്തിന് തുല്യമാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് ഈ ലോകത്ത് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലെന്നും എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള ഒരു വഴി എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു താ സ്വാമി. പറഞ്ഞാലും സ്വാമി. പരിഹാരമുണ്ട്. എന്നാൽ എളുപ്പം സാധ്യമാകുന്ന ഒന്നല്ലത്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തോളാം. അത് നേടിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി വേണമെങ്കിൽ എൻ്റെ ജീവൻ തന്നെ പണയം വെച്ച് എൻ്റെ അമ്മയെ രക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് സ്വാമി. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ സ്വാമി. നാഗപുരത്തൊരു ശിവക്ഷേത്രമുണ്ട്. അതിനുള്ളിൽ ഒരു നാഗമാണിക്യമുണ്ട്. ആ നാഗമാണിക്യം കൊണ്ടുവന്ന് നിന്റെ അമ്മയുടെ ശിരസിൽ വെക്കണം. അതുമാത്രമല്ലാതെ ആ നാഗമാണിക്യത്തിന് 3 പൗർണമി പൂജ തുടർച്ചയായി ചെയ്യണം. അത് നിങ്ങൾക്ക് സാധ്യമായാൽ നിങ്ങളുടെ അമ്മയിലുള്ള നാഗദോഷം മുഴുവൻ അകന്നു പോകും. നാളെയാണ് പൗർണമി. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആ നാഗമാണിക്യം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ നാഗമാണിക്യത്തിന്റെ ശക്തി കുറഞ്ഞ് നിങ്ങളുടെ അമ്മ മരണപ്പെടുന്നതായിരിക്കും.